അർജുന്റെ വാക്കുകൾ കേട്ട് പ്രയാഗയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തല താഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി. അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു. പക്ഷെ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല. പക്ഷെ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം മറച്ചു വെച്ചിരുന്നു. ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തന്റെ രഹസ്യങ്ങൾ പ്രയാഗയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. ക്ഷമിക്കണം പ്രയാഗ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെല്ലാം ഉടൻ അവസാനിക്കും. നിന്റെ മുഴുവൻ കുടുംബത്തെ ഞാൻ എൻ്റെ കാൽക്കൽ വീഴ്ത്തും. അർജുൻ തന്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത്. രേണുകയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞോ? നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ടായിരുന്നു? എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തിയേ പറ്റൂ. നിങ്ങൾ എന്ത് തേങ്ങ ഇവിടെ ചെയ്തു കൂട്ടുന്നേ? സർ, അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ തിരയുകയാണ്. പക്ഷെ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ്.